നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, ഹാർട്ട് ഉണ്ടോ, ലങ്സ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ എന്തിനാ അറിയുന്നത്? ഞാൻ ഇവിടെ പല്ലെടുക്കാനല്ലേ ആണ്, അതൊന്ന് എടുത്താൽ പോരെ? ഇങ്ങനെയായിരിക്കില്ലേ നിങ്ങളും വിചാരിക്കുന്നത്? എന്നാൽ അങ്ങനെയല്ല. ഒരു മാക്സിലോഫേഷ്യൽ സർജൻ എന്ന നിലയ്ക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ ട്രീറ്റ്മെൻറ്റിൻ്റെ സേഫ്റ്റി, പ്ലാനിങ്, മെഡിക്കേഷൻ, ഹീലിംഗ് എന്നിവയെ ബാധിക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾക്കിപ്പോൾ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ എങ്ങനെയാണെന്ന് നിർബന്ധമായിട്ടും ഡോക്ടർ അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ പ്രൊസീജിയറിന് ശേഷം അത് നിങ്ങളുടെ വൂണ്ട് ഹീലിങ്ങിനോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ നിങ്ങളൊരു BP ഉള്ള ആളാണെങ്കിൽ എന്തിനാ ഈ BP ഉണ്ട് എന്നുള്ളത് ഡോക്ടർ അറിയുന്നത്? പ്രൊസീജിയറിൻ്റെ സമയത്ത് ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ BP കൂടുതലാണെങ്കിൽ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നിർബന്ധമായും നിങ്ങൾക്ക് BP ഉണ്ടെങ്കിൽ അത് ഡോക്ടറോട് പറയുകയും അതിന് നിങ്ങൾ കഴിക്കുന്ന മരുന്ന് എന്താണെന്ന് അറിയിക്കുകയും വേണം. ഇനി നിങ്ങളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, നിങ്ങൾ ആസ്പിരിൻ, വാർഫാറിൻ പോലുള്ള ബ്ലഡ് തിന്നേഴ്സ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് ഡോക്ടറെ അടുത്ത് നിന്ന് മറച്ചു വെച്ചാൽ എന്താ സംഭവിക്കുകയെന്നറിയോ? ഡോക്ടർ ഒരു സർജിക്കൽ പ്രൊസീജിയറാണ് അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ബ്ലീഡിംഗ് ഡോക്ടർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിന് വഴിതെളിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയോ അല്ലെങ്കിൽ മെഡിസിൻസിനോട് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങളത് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഡോക്ടറെ അറിയിക്കേണ്ടതുണ്ട്. കാരണം ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ വല്ല അലർജിക് ഇഷ്യൂസും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രോകോട്ട് അല്ലെങ്കിൽ അവിൽ പോലുള്ള മെഡിക്കേഷൻസ് തരണമെങ്കിൽ ഡോക്ടർ ഇത് മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. സോ ഡോക്ടർ നിങ്ങളുടെ മെഡിക്കൽ ഹിസ്റ്ററി ചോദിക്കുന്നത് വെറുതെ അല്ല, നിങ്ങളുടെ കണ്ടീഷൻസ് മനസ്സിലാക്കി നിങ്ങൾക്ക് സേഫായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുമൂലം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇടയിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും.